നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ മൊണാലിസ നമ്മുടെ നാട്ടിൽ വളരെ ഹിറ്റായി മാറിയിരുന്നു. എന്താ പറയുക, മൊണാലിസ വന്ന് ഉദ്ഘാടനം ചെയ്ത് അടിപൊളിയായിട്ട് പോയി. അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് ഹണി റോസിനെ ആട്ടോ ഓർമ്മ വരുന്നത്. അപ്പോൾ ഹണി റോസിനെ പറ്റി ചിന്തിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ഓർമ്മ വരിക. മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റിയതും ഭവാൻ. അപ്പോൾ ഉദ്ഘാടക എന്നറിയപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം ചെയ്തിരുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉദ്ഘാടനത്തിന് വിളിച്ചിരുന്ന വ്യക്തി തന്നെ ഇപ്പോൾ ഉദ്ഘാടനമില്ല, ഒന്നുമില്ല, വീട്ടിൽ തന്നെ കുത്തിയിരിക്കുക. അങ്ങനെ കുപ്പയിൽ കിടന്ന ഒരു മാണിക്യം വന്ന് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിരിക്കുക. അതും മാല വിറ്റ് നടന്നവളെ കൊണ്ട് തന്നെ ബോച്ചെ നോക്കൊരു മാലയുടെ കട തന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. അങ്ങനെ മരണമാസ് കാണിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബോച്ചെ. ഇപ്പോൾ ബോച്ചേനെ ആരാധകരെല്ലാം എടുത്ത് അങ്ങ് വാനോളം പുകഴ്ത്തുകയാണ്. അതിൽ ഞാനും സന്തോഷവതിയാണ്. കാരണം ഇത്രയും നല്ലൊരു കാര്യം ചെയ്തതിന് എനിക്ക് ബോച്ചയോട് ബിഗ് സല്യൂട്ടാണ്. കാരണം നല്ലൊരു പാവം പിടിച്ചൊരു പെങ്കൊച്ച് നമ്മളെല്ലാം കണ്ടു. അവളുടെ ജീവിത സാഹചര്യങ്ങൾ, അവളുടെ അനുഭവങ്ങളെല്ലാം കണ്ടു. അങ്ങനെ ഒരു പെങ്കൊച്ചിനെ ആർക്ക് വേണേലും മാറ്റി നിർത്താം. അവരെയൊന്നും അങ്ങനെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ അവരൊന്നും ഒരു കുംഭമേളയിൽ ഒന്നോ രണ്ടോ ഫോട്ടോയിലോ ഒരു വീഡിയോയോ വന്നൊന്ന് വിചാരിച്ച് അവരെ അങ്ങ് പൊക്കി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട സ്ഥാനത്ത് അങ്ങനെ തള്ളി വേണേൽ കളയാം. എന്നാൽ അതൊന്നും ചിന്തിക്കാതെ ബോച്ച കറക്റ്റ് സമയത്ത് ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് അത് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് ബോച്ചയുടെ മനസ്സും മാത്രമല്ല, ഒരു ബിസിനസ് തന്ത്രം കൂടിയാണ്. ഞാൻ ചിന്തിച്ച് നോക്കുമ്പോഴേ ഇൻഡോറിൽ നിന്ന് കേരളത്തിലേക്ക് അവർ ഫ്ലൈറ്റിനാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ചിലവ് മൊത്തം ബോച്ചെ വഹിച്ചു എന്ന് പറയുമ്പോൾ ചില്ലറ കാര്യമാണോ? അങ്ങനെ ഒരു മനസ്സ് കാണിക്കാൻ വെച്ചാൽ വലിയ കാര്യം തന്നെയാണ്. അതോടൊപ്പം ആ ഉദ്ഘാടനത്തിന് ബോച്ചെ അവൾക്ക് ആഭരണമൊക്കെ കൊടുത്തു. ഭയങ്കര സന്തോഷം എനിക്കത് കണ്ടപ്പോൾ. കാരണം വെച്ചാൽ സാധാരണ ഒരു പെങ്കൊച്ചിന് ഇത്ര ഒരു ഉയരങ്ങളിൽ എത്താൻ സാധിച്ചല്ലോ. അല്ലെങ്കിൽ അവൾക്ക് ഒരു ഫ്ലൈറ്റിൽ കയറാനായിട്ട് അവളുടെ ആൾക്കാരെയൊക്കെ അവർ കൂട്ടിക്കൊണ്ട് വന്നു. എത്ര സന്തോഷമായിരിക്കില്ല. അതുപോലെ ആ കൊച്ചിൻ്റെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആ കൊച്ചിന് നല്ല നല്ല സമ്മാനങ്ങൾ കിട്ടണമെന്ന്, നല്ല പ്രതിഫലം കിട്ടണമെന്ന്. എന്തായാലും ബോച്ച നല്ല നല്ല പ്രതിഫലങ്ങളൊക്കെ കൊടുത്തു. കറക്റ്റ് വാലന്റൈൻസ് ഡേയിൽ കൊണ്ടുവന്നുകൊണ്ട് തന്നെ അതിനും ഒരു പ്രത്യേകതയായി മാറി. ആ കൊച്ചു സ്റ്റേജിൽ ഒരു പെർഫോം ചെയ്തൊക്കെ അടിപൊളിയായിരുന്നു. എന്നാൽ ഇതേ സമയത്ത് ബോച്ച ഇങ്ങനെ തകർപ്പൻ പ്രസംഗമൊക്കെ നടത്തും കേട്ടോ സ്റ്റേജിൽ. എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേർക്ക് ഒരുപാട് നന്ദിയുണ്ട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അത് നിങ്ങൾ മനസ്സിലാക്കിയതിന് ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആ ഒരു വിഷ്വലൊന്ന് കണ്ടു നോക്കാവേ. തിരിച്ചു വരുമ്പോഴൊക്കെ ഒരേപോലെ എന്നെ സ്വീകരിച്ച, എനിക്ക് ധൈര്യം തന്ന, സ്നേഹം തന്ന എല്ലാവരോടും നന്ദി നന്ദി, ലവ് യു. മനഃപൂർവ്വം കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുറ്റബോധം ഇല്ലാത്തത് കൊണ്ട് ചിരിച്ചു പോയി ചിരിച്ചു തന്നെ വന്നു. അപ്പൊ എല്ലാ സപ്പോർട്ടിനും നന്ദി. ഈ സെയിം വാലന്റൈൻസ് ഡേയില് നമ്മുടെ ഹണി ചേച്ചി സോഷ്യൽ മീഡിയ ചെല്ല പേരിട്ട് വിളിക്കുന്ന തേൻപൂ, ഹണി ചേച്ചി, തേൻ മേഡം, ഇങ്ങനെ പല പേരിലാണ് സോഷ്യൽ മീഡിയയിൽ ഹണി റോസിനെ ഇപ്പോൾ വിളിക്കുന്നത്. അങ്ങനെ വാലന്റൈൻസ് ഡേയിൽ ഒരു റോസാപ്പ് കൊണ്ടുവന്നിട്ട് വിൽ യു ബി മൈ വാലന്റൈൻ എന്ന് ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. ആ ഒരു വീഡിയോ കണ്ടത് എനിക്ക് തോന്നി എന്നാണെന്നറിയാം, ഇവിടുത്തെ ആമ്പിള്ളേർക്കൊന്നും വേറെ പണിയില്ലേ എന്നാണ്. ആ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റ് കണ്ട പോലെ ഒരു നെഗറ്റീവ് കമൻറ്റാണ്. ഒത്തിരിയും പേര് അങ്ങനെ വന്ന് നെഗറ്റീവ് കമൻറ്റാണ് ഇട്ടിരിക്കുന്നത്. അവർക്കെതിരെ വന്ന കുറച്ച് കമൻറ്റുകൾ നമുക്ക് നോക്കാവേ. വേണമെന്ന് തോന്നും, പക്ഷെ കരയരുത്, ചിരിച്ചുകൊണ്ട് നേരിടണം. ഇപ്പം മൊണാലിസയാണ് താരം. നീ തീർന്നു, നിന്റെ ദിനങ്ങൾ എണ്ണിത്തുടങ്ങി. ഇവിടെ ആർക്കും വേണ്ട നിന്റെ വാലന്റൈൻ ഡേ. കാണുമ്പോൾ വെറുപ്പാണ്. എന്തെങ്കിലും നന്മ ചെയ്യുന്ന ബോച്ചയാണ് ഇഷ്ടം. ആരും തിരിച്ചു കൊടുക്കാൻ നിൽക്കണ്ട. അവൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ നോക്കി നിൽക്കുകയാണ്. തുണി ഉടുക്കാൻ മടിക്കുന്ന മല്ലൂസുകളെ ഒഴിവാക്കി മാന്യമായി തുണി ഉടുക്കുന്ന ഉത്തരേന്ത്യക്കാരെ കൊണ്ടുവന്ന് അവർക്ക് മറുപടി കൊടുത്ത ബോച്ചെ മാസല്ല, മരണമാസ. ഫ്ലൈങ് കിസ് തന്നതിന് കേസ് കൊടുക്കാൻ പോവുകയാണ് ആൺപിള്ളേരെ വഴിതെറ്റിക്കാൻ. പൂവും കൊടുത്തിരുന്നോ പെൺപിള്ളേര്, ഡയമണ്ട് നെക്ലേസും കൊണ്ടുപോയി. ഓടിക്കോ, രക്ഷപ്പെട്ടോ, ഓടിക്കോ. ഫുള്ള് ഒരു നെഗറ്റീവ് കമൻറ്റുകളാണ് ഏറ്റവും കൂടുതൽ. കുറച്ച് മാത്രമേ ഉള്ളൂ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ, തിരിച്ച് വിഷ് ചെയ്യുന്നതും ഐ ലവ് യു ഹണി റോസ് എന്നൊക്കെ പറയുന്നത് കുറച്ച് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ജയ് ബോച്ചെ, ബോച്ചയ്ക്കാണ് അഭിനന്ദനങ്ങൾ, നീ അവിടെ ഇരുന്നോ, നീ ജനാല വഴി നോക്കിക്കൊണ്ടിരുന്നോ, പിള്ളേർ മധ്യപ്രദേശിൽ എവിടെയോ കിടന്ന പെൺപിള്ളേർ വന്നിട്ട് തൂക്കിക്കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പോകുന്നു ഹണി റോസിന് കിട്ടിയ കമൻറ്റുകൾ. എന്തായാലും ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കി. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റിയതും ഭവാൻ എന്നുള്ള പഴഞ്ചൊല്ലൊക്കെ ഓർമ്മ വന്നത് അങ്ങനെയാണ്. ഇപ്പം ആ ഹണി റോസിന് ഇതൊരു അടിയായി മാറിയിരിക്കുക. ഏറ്റവും കൂടുതൽ ഉദ്ഘാടനമൊക്കെ ചെയ്ത് നടന്നിരുന്ന ആളാണ്. ഏറ്റവും കൂടുതൽ എല്ലായിടത്തും നല്ല വേഷം കെട്ടുകളൊക്കെ ആയിട്ടൊക്കെ നടന്നു. ഇപ്പോഴാണ്ട് വീട്ടിൽ കുത്തിയിരിക്കുകയാണ്, ചൊറിയും കുത്തി. അവളാണ് കുറച്ച് പാടമൊക്കെ പഠിക്കുള്ളൂ. ഇച്ചിരി അഹങ്കാരമൊക്കെ കുറയ്ക്കേണ്ടതുണ്ട്. ഇതുപോലെ ഇനി അഹങ്കരിക്കാതിരിക്കുന്ന നടിമാരൊക്കെ ഓർത്തോളൂ, നിങ്ങളുടെയൊക്കെ വിധി ഇതൊക്കെ തന്നെയാണെന്ന്. ഇനി മൊണാലിസയെ പോലുള്ള ആൾക്കാരൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്തു. ഇനി മറ്റുള്ള ആൾക്കാർ ഇതുപോലുള്ള പാവം പിടിച്ച ആൾക്കാരെ കൊണ്ടുവരും. അപ്പോൾ നിങ്ങളൊക്കെ വെറുതെ ചൊറിയും കുത്തി ഇരിക്കേണ്ട ഗതികേടാവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അറിഞ്ഞ് പെരുമാറുക. ഈ വെറ്റുകെട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ രീതി വന്നാൽ മതി, എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങളെ ഇഷ്ടമില്ലാത്തൊരാരെങ്കിലും ഉണ്ടായിരുന്നോ? നിങ്ങൾ തന്നെയാണ് വെറുപ്പ് വാങ്ങി കൂട്ടിയത്.
ഇപ്പോൾ ബോച്ചയെ സംബന്ധിച്ച്, ഹണി റോസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്താ, ബോച്ച ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. അയാളുടെ ഡബിൾ മീനിങ് വെച്ചുള്ള സംസാരത്തെ ഞാൻ സപ്പോർട്ട് ചെയ്തു എന്നല്ല കേട്ടോ പറയുന്നത്. അങ്ങനെയുള്ള പരാമർശങ്ങളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് നോക്കുകയാണെങ്കിൽ അയാൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എത്ര കാര്യങ്ങൾ ചെയ്തു. ഇയാൾക്ക് കിട്ടുന്ന പണങ്ങളൊക്കെ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം സപ്പോർട്ട് അയാൾക്ക് കിട്ടും. ബോച്ചയെന്ന് പറഞ്ഞ ആൾ പോയതും തിരിച്ചു വന്നു, അടുത്ത ജ്വല്ലറിയുടെ ഉദ്ഘാടനവും കഴിഞ്ഞു. അയാളെ ആൾക്കാർ വാനോളം പുകഴ്ത്തുന്നതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. കാരണം അയാളുടെ പ്രവൃത്തി അങ്ങനെയാണ്. ഇപ്പോൾ നോക്കും, മൊണാലിസേനെ കൊണ്ടുവന്നു. എന്താ ആ കറക്റ്റ് ടൈമിൽ ഒരു സാധാരണ പെൺകുട്ടിയെ ആർക്കെങ്കിലും കൊണ്ടുവരാൻ മനസ്സ് തോന്നുമോ? ഏതെങ്കിലും ജ്വല്ലറിക്കാർ തൻ്റെ ഇടം കാണിക്കുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽസുകാർ തൻ്റെ ഇടം കാണിക്കുമോ? ഇല്ല. അത് തൻ്റെ ഇടം കാണിച്ചത് ഇയാൾ തന്നെയാണ്. ആ സോഷ്യൽ മീഡിയയിൽ ആ കുട്ടി വൈറലായി, അത് കറക്റ്റായിട്ട് ഉപയോഗിച്ചു. അയാളുടെ ബിസിനസ് തന്ത്രവും കൂടിയാണ്. അതുപോലെ പെൺകുട്ടിക്ക് ഒരു ചാൻസും കിട്ടി, ജീവിതം രക്ഷപ്പെടാനായിട്ട് ഒരു അവസരവും കിട്ടി എന്നാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ഉടനെ കാണാം. ബൈ.